നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്രത്തിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ നിരവധി ബി.ജെ.പി. ഇതര സർക്കാരുകൾ രാജിവെച്ച് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ബി.ജെ.പി. ഭരണകക്ഷിയായി മാറുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഇപ്പോഴും സ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗോവയിലെയും മധ്യപ്രദേശിലെയും കോൺഗ്രസ് സർക്കാരുകളെ അട്ടിമറിക്കപ്പെട്ട് എം.എൽ.എമാരെ വിലക്കുവാങ്ങി കൂറുമാറ്റം സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് എം.എൽ.എമാർക്കും എം.പിമാർക്കും കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ ഉണ്ടായിട്ടും ഇപ്രകാരം യഥേഷ്ടം കൂറുമാറാൻ സാധിക്കുന്നുവെന്നതിന് ആധാരമായത് 1998 സുപ്രീം കോടതി വിധിയായിരുന്നു. അതായത് ഭരണഘടനയുടെ അനുച്ഛേദം 105(2) 194(2) അനുസരിച്ച് ഏതെങ്കിലും പാർലമെന്റ് അംഗമോ നിയമസമാജികനോ പാർലമെന്റിലോ നിയമസഭയിലോ സഭാസമിതികളിലോ വോട്ട് ചെയ്തത് സംബന്ധിച്ചോ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് സംബന്ധിച്ചോ യാതൊരുവിധ കോടതി നടപടികൾക്കും വിധേയമല്ല എന്ന പരിരക്ഷയുടെ ബലത്തിലാണ് എം.എൽ.എമാരും എം.പിമാരും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അഴിമതി തടയൽ നിയമം അനുസരിച്ച് പൊതുസേവകനായ എം.പിമാരും എം.എൽ.എമാരും പണം വാങ്ങി വോട്ട് ചെയ്താലും ചോദ്യം ചോദിക്കുവാൻ വേണ്ടി പണം വാങ്ങിയാലും ഭരണഘടനയുടെ പിൻബലത്തിൽ അഴിമതിയല്ലാതായിരുന്ന സ്ഥിതിയാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോടെ ഇല്ലാതായത്. കോടികൾ വാങ്ങി മാറി വോട്ട് ചെയ്യുന്ന എം.എൽ.എമാരും എം.പിമാരും ഇനി പ്രോസിക്യൂഷനെ നേരിടേണ്ടി വരുമെന്ന വളരെ ആശ്വാസകരമായ വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചത്. എം.എൽ.എമാർക്കും എം.പിമാർക്കും ഭരണഘടനാ സഭയ്ക്കകത്ത് നൽകിയിട്ടുള്ള പരിരക്ഷ പണം വാങ്ങാനും കുറ്റകൃത്യം ചെയ്യാനുള്ളതല്ലേ എന്നും സഭയ്ക്കകത്ത് അഴിമതിയടക്കം ചെയ്യുന്ന യാതൊരുവിധ കുറ്റകൃത്യവും ചെയ്യുന്നതിനും പരിരക്ഷയും ലഭിക്കില്ലെന്ന് സുപ്രീം കോടതി ഈ ചരിത്രവിധിയിൽ കൂടി അസന്നിഗ്ധമാക്കി വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരള നിയമസഭ തല്ലിത്തകർത്ത ഇടതു എം.എൽ.എമാരും ഭരണഘടനയുടെ 194(2) അനുച്ഛേദത്തിൽ പരിരക്ഷയായിരുന്നു ഒരു പ്രധാന ഡിഫൻസായി സ്വീകരിച്ചിരുന്നത്. പുതിയ വിധിയോടെ അത്തരം എല്ലാ പരിരക്ഷകളും എം.പിമാർക്കും എം.എൽ.എമാർക്കും ഇല്ലാതായി എന്നതാണ് ഏറെ ആശ്വാസകരം.